അപ്പൊ മഹദിയാകാനും വലിയ വലിയ ഔലിയാകാനും പായുന്ന കാലത്ത് അതിനൊന്നും നിങ്ങൾ നടക്കണ്ട. അതൊക്കെ ഭൂലോക പോയത്തക്കാരെന്ന് വിചാരിച്ചാൽ മതി. ഭൂലോക പോയത്തക്കാർ ഇങ്ങനെ നടക്കണ്ട. വെറുതെ വിഡ്ഢിത്തരം പറയാം. പിന്നെ മനുഷ്യന്മാർക്ക് തിരിച്ചറിയാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞ് പറയുന്നത് കുറെ അതിനെ കുറച്ച് ഔലിയാക്കന്മാർ വേറെ ഇറങ്ങിയിട്ടുണ്ട്. മനുഷ്യന്മാർക്ക് ഒരു എന്താ പറഞ്ഞത് തിരിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് ചെവിട്ടിനെ ആട്ടി കിട്ടാച്ചാണ് ഇവർക്കൊക്കെ പ്രശ്നം. കണ്ടത് മുഴുവൻ എന്താ പറയുക, ഒരു പിടുത്തമില്ലാത്ത വർത്താനം പറയുന്നത്. ഓരോരുത്തരുടെ പല്യതാകുന്നെ ഇച്ചക്കാരുടെ പല്യതാകാൻ. ഇവിടെ അള്ളാഹുവിന്റെ ദീനറിയുന്ന ആലിമികളുണ്ട് ദുനിയാവില്. അതനുസരിച്ചൊക്കെ ജീവിച്ചു പോകുന്നു. ഇവിടെ ഫത്വ ഇൽമിനനുസരിച്ച് ജീവിക്കുക. ഇതന്നെ ഈമാന്റെ മാർഗം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിനക്ക് നന്നാവണോ ഫത്വ ഇൽമിനെ തുറന്നേച്ചളാ. ഇല്ലെങ്കിൽ പള്ളിക്കലും മോനിയർക്ക് മുന്നിൽ ചെന്ന് ഫത്വ ഇൽമീൻ കാണിച്ചു കൊടുക്കുക. 100 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ കോഴിക്കോട്ടെങ്ങാണെങ്കിൽ ഫത്വ ഇൽമീൻ എന്ന കിതാബ് കിട്ടും. അത് എന്റെ പള്ളിയിലെ മോനിയടുത്ത് കൊണ്ടേയും 2 ആഴ്ച 4 ആഴ്ച പഠിച്ചാൽ എങ്ങനെ നന്നാവേണ്ടത് മനസ്സിലാവും. അല്ലെങ്കിൽ അതുക്കേ ചൊല്ലിത്തരാൻ പറഞ്ഞത് അതുക്കീൽ എന്താ കണ്ട് അതന്നെ മുഅ്മിനീങ്ങളുടെ മാർഗം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് കണ്ടതിന്റെ പിന്നാലെ മുഴുവൻ ഓടണ്ട. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ പഴയകാല നന്മകളെ തിരിച്ചുകൊണ്ട് അജലത്ത് ഒഴിവാക്കുക, പടച്ചോനെ പേടിക്കുക, പിന്നെ കയ്യെപ്പോഴും പൊന്തി നിൽക്കുക, മനസ്സും പൊങ്ങുക. റബ്ബെ എന്നെ നന്നാക്കണം, ഞാൻ നന്നായിട്ടില്ല. ഒരാൾ സ്വയം ദില്ലത്തിലായാൽ അള്ളാഹുവിനെ റിഫാഅത്തിലാക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരാൾ സ്വയം റിഫാഅത്തിലായാൽ അള്ളാഹുവിനെ ദില്ലത്തിലാക്കും. ഒരാൾ സ്വയം ഉയർന്നാൽ അള്ളാഹുവിനെ താഴ്ത്തും. ഒരാൾ സ്വയം താഴ്ന്നാൽ അള്ളാഹു അവനെ ഉയർത്തും. അള്ളാഹു തൗഫീഖ് തരട്ടെ. മലബാറിലുള്ളവൻ ശൈത്താനാണ്. എന്ത് ചേക്കുട്ടി പാപ്പ കേട്ടിട്ടില്ലേ? ചേക്കുട്ടി കാക്കല്ല. മലപ്പുറം കോഴിക്കോട് ജില്ലയിലെ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലയിലെ ഒരു ശൈത്താന്റെ പേരാണ് ചേക്കുട്ടി പാപ്പ.